ഇനി നമ്മൾ താമരശ്ശേരിയിലെ വാർത്തയിലേക്ക് പോയാൽ കോഴിക്കോട് താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് കൊലപാതകത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ്. നേരിട്ട് പങ്കെടുത്തത് 5 വിദ്യാർത്ഥികളാണെങ്കിലും കൂടുതൽ പേർ ആസൂത്രണം ചെയ്തതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. കൊലപാതകം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്ന കുട്ടികളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹദ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് പ്രതികളായ വിദ്യാർത്ഥികൾ, കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ അവർ പരീക്ഷ എഴുതുന്നു. അതിനനുവദിച്ചതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ എൻകൗണ്ടറിൽ ഷഹബാസിന്റെ ഫാദർ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സങ്കടവും ഒക്കെ നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. ഇന്നിപ്പോൾ ഈ നമ്മളെല്ലാവരും ഉന്നയിച്ചൊരു ചോദ്യമാണ്, ഈ 5 വിദ്യാർത്ഥികൾ മാത്രമാണോ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന്. അപ്പോൾ അതിൽ അന്വേഷണം നടക്കണം. കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടാകും ഇന്ന് അന്വേഷണം പോവുക, അല്ലേ ഷഹദ്? തീർച്ചയായും സ്മിത, അതുപോലെ തന്നെ ക്രിസ്റ്റീന. കാരണം കേരളത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതകമായിരുന്നു ഷഹബാസിൻ്റെത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ തുടക്കം മുതൽ ഈ കേസിൽ 5 വിദ്യാർത്ഥികളുടെ പേരുകളാണ് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത്. അപ്പം ആ വിദ്യാർത്ഥികളായിരുന്നു ഇന്നലെ പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഇന്നലെ ജില്ലയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ പോലീസ് സംശയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 5 വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇതിനോടകം തന്നെ ഇൻസ്റ്റഗ്രാമിലെയും അതുപോലെ തന്നെ വാട്സപ്പിലെയും ഒക്കെ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാറ്റിലും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലും ഒക്കെ ആസൂത്രണത്തിൽ പങ്കെടുത്തത് 5 കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. CCTV ദൃശ്യങ്ങളിൽ മാത്രമാണ് 5 വിദ്യാർത്ഥികളെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ആസൂത്രണത്തിൽ കൂടി പങ്കെടുത്ത വിദ്യാർത്ഥികളെ പ്രതി ചേർക്കാൻ ഇപ്പോൾ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അവരിൽ നിന്നും മൊഴിയെടുക്കൽ ഇപ്പോൾ സാധ്യമല്ല. കാരണം പരീക്ഷ നടക്കുകയാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രതി ചേർക്കാൻ, അതായത് കൂടുതൽ ആളുകളെ പ്രതി ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഈ SSLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഷുഹൈബിന്റെ പിതാവ് ഇന്നലെയും അതുപോലെ തന്നെ സംഭവത്തിന്റെ ആദ്യ ദിവസവും ഒക്കെ ഈ കുടുംബം ഒന്നാകെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ കൊലപാതകത്തിന് മുതിർന്നവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, മറ്റൊരു വിദ്യാർത്ഥിയുടെ പിതാവ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില അത്ര സുഖകരമല്ലാത്ത ബാക്ക്ഗ്രൗണ്ടുകളാണ് ഉള്ളത്. അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന്റെ ഒരു അനുമാനം, അല്ലെങ്കിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ മാത്രം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. കൂടാതെ അടുത്ത ദിവസം, ഇനി ബുധനാഴ്ചയാണ് SSLC പരീക്ഷയുള്ളത്. ആ ദിവസങ്ങളിലും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ നൽകുന്ന സൂചന.